സ്കൂൾ ബിൽഡിംഗ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനു വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് ചെലാൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഗൂഗിളിൽ etreasury.kerala.gov.in സെർച്ച് ചെയ്യുക. ഓപ്പണായി വരുന്ന ജാലകത്തിൽ സർവീസസ് എന്ന മെനുവിൽ നിന്ന് ഡിപ്പാർട്ട്മെൻ്റൽ റെസിപ്റ്റ് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ജാലകത്തിൽ റെമിറ്റൻസ് ഡീറ്റെയിൽസ് ആണ് നാം ആദ്യമായി നൽകേണ്ടത്. അതിനായി ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന വിദ്യാലയമാണെങ്കിൽ പഞ്ചായത്ത് എന്നും, മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ്റെ പരിധിയിൽ വരുന്നവയാണെങ്കിൽ അത്തരത്തിലും സെലക്ട് ചെയ്യേണ്ടതാണ്. തുടർന്ന് ജില്ല സെലക്ട് ചെയ്യുക. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിലാണോ ആ സ്ഥാപനത്തെ സെലക്ട് ചെയ്യുക. തുടർന്ന് റെമിറ്റൻസ് ഹെഡ് നൽകേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്ത് ആണെങ്കിൽ 05150080000000 NV അതർ ഐറ്റംസ് എന്നും, മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണെങ്കിൽ 02176080920000 NV അതർ ഐറ്റംസ് എന്നതും സെലക്ട് ചെയ്യുക. തുടർന്ന് എമൗണ്ട് നൽകുക. പ്രൈമറി വിദ്യാലയമാണെങ്കിൽ 100 രൂപയും അപ്പർ പ്രൈമറി വിദ്യാലയമാണെങ്കിൽ 150 രൂപയുമാണ് നൽകേണ്ടത്. പർപ്പസ് എന്ന കോളത്തിൽ ഫീ ഫോർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ എന്ന് നൽകിയാൽ മതിയാകും. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നിടത്ത് മാനേജർ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ഒപ്പം സ്കൂളിൻ്റെ പേരും ടൈപ്പ് ചെയ്ത് നൽകുക. തുടർന്ന് ടിൻ, പാൻ എന്നിവയിൽ പ്രത്യേകിച്ചൊന്നും നൽകേണ്ടതായിട്ടില്ല. മാൻഡേറ്ററി ഫീൽഡായ മൊബൈൽ നമ്പറിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേർത്ത് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ പേയ്മെൻറ്റ് സമ്മറി എന്ന ഭാഗം ദൃശ്യമാകും. അതിൽ ജനറൽ ഡീറ്റെയിൽസ് എന്നിടത്ത് അടച്ച തീയതിയും ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ജില്ലയുടെ പരിധിയിലാണ് വരുന്നത്, ഓഫീസിൻ്റെ പേര് മുതലായ കാര്യങ്ങൾ കാണാവുന്നതാണ്. റെമിറ്റൻസ് ഡീറ്റെയിൽസിൽ ഹെഡ് ഓഫ് അക്കൗണ്ടും തുകയും നമുക്ക് കാണാൻ കഴിയും. പെയർ ഡീറ്റെയിൽസിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമുക്ക് ദർശിക്കാനാകും. തുടർന്ന് പേയ്മെൻറ്റ് മോഡാണ്. 2 രീതിയിൽ പേയ്മെൻറ്റ് നമുക്ക് നടത്താവുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റും മാനുവൽ പേയ്മെൻറ്റും. മാനുവൽ പേയ്മെൻറ്റ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നാം ചലാൻ ജനറേറ്റ് ചെയ്യുകയും പ്രസ്തുത തുകയുമായി ട്രഷറിയിൽ പോയി നേരിട്ട് അടയ്ക്കുകയുമാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന മോഡാണ് സെലക്ട് ചെയ്യുന്നത്. തുടർന്ന് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. etreasury ഗവൺമെൻറ് ഓഫ് കേരള എന്നതിലെ സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നതിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടെ GRN ജനറേറ്റഡ് എന്ന ഒരു മെസ്സേജ് നമുക്ക് കാണാം. ഒപ്പം GRN നമ്പർ ജനറേറ്റ് ചെയ്തതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. എന്തെങ്കിലും തരത്തിൽ റീഫണ്ട് ആവശ്യമായി വരികയാണെങ്കിൽ ഈ GRN നമ്പർ നമുക്ക് ആവശ്യമായി വരാം. തുടർന്ന് അത് പേയ്മെൻറ്റ് ഗേറ്റ്വേയുമായി ബന്ധിപ്പിക്കുന്നു. അതിന് ഒരല്പസമയം എടുത്തേക്കാം. തുടർന്ന് വരുന്ന ജാലകത്തിൽ കാർഡ്സ്, നെറ്റ് ബാങ്കിങ്, UPI മുതലായ മാർഗങ്ങൾ കാണാം. ഇവിടെ ഞാൻ UPI എന്ന മോഡ് സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ പേ വഴിയാണ് ഞാൻ പേയ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്.
അതുകൊണ്ട് തന്നെ GPay എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. തൊട്ടു താഴെ UPI അടിക്കാനുള്ള നമ്പർ ബോക്സ് അവിടെ ലഭ്യമാണ്. UPI കോഡ് അടിക്കുകയും വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ വെരിഫിക്കേഷൻ സക്സസ് ആയി പച്ച മാർക്കിൽ ഒരു ടിക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. തുടർന്ന് പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ മെസ്സേജ് വരികയും ചെയ്യും. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തുക. പേയ്മെൻറ്റ് സക്സസ് ആവുന്നതോടുകൂടി പേയ്മെൻറ്റ് റെസ്പോൺസ് ഷീറ്റ് നമുക്ക് ലഭ്യമാകും. അതിൽ റിമാർക്സ്, പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നിവ പരിശോധിക്കുകയാണെങ്കിൽ സക്സസ് എന്ന് കാണാവുന്നതാണ്. അതിൻ്റെ അടിയിലായി കാണുന്ന ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് റെസിപ്റ്റ് എന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൗസറിൽ ഓപ്പൺ ആവുന്നത് കാണാം. നേരിട്ട് പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ PDF ആയി സേവ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക. ഫിറ്റ്നസ് ആപ്ലിക്കേഷനോടൊപ്പം ഇത് പഞ്ചായത്തിൽ ഹാജരാക്കിയാൽ മതിയാകും. താങ്ക് യു.